ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം അന്വർത്ഥമാക്കുന്ന ഒരു ഭക്ഷണശാല തൃശൂർ ചെറുതുരുത്തിയിലുണ്ട്. സൈനികർക്കും സൈന്യത്തിൽ നിന്ന് വിരമിച്ചവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഇവിടെ സൗജന്യമായി ഭക്ഷണം ലഭിക്കും, അതും 24 മണിക്കൂറും. അബ്ദുൽ സലാമിൻ്റെ സൈനിക സ്നേഹത്തിൻ്റെ കഥയാണ് കഫേ മക്കാനിക്കുള്ളത്. 6 വയസ്സുള്ളപ്പോഴാണ് അബ്ദുൽ സലാമിൻ്റെ മൂത്ത സഹോദരൻ സൈന്യത്തിൽ ചേരുന്നത്. പിന്നീട് കുടുംബത്തിൻ്റെ പ്രാർത്ഥന ജ്യേഷ്ഠനും കൂടിയുള്ളതായി. സൈന്യത്തിലുള്ള സഹോദരൻ ഒരു ദിവസം അവധിക്ക് നാട്ടിലെത്തിയപ്പോൾ ഒപ്പമുണ്ടായിരുന്ന സൈനികരായ സുഹൃത്തുക്കൾ ജ്യേഷ്ഠനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തങ്ങൾക്കു വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഇതാണ് അബ്ദുൽ സലാമിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. പിന്നീട് ആ പ്രാർത്ഥന രാജ്യത്തെ മുഴുവൻ സൈനികർക്കു വേണ്ടിയുമായി. ഞാൻ കുറെ വളർന്നു വലുതായിട്ടാണ് ഏട്ടൻ നേവിയിലാണെന്നൊന്നും എനിക്കറിയണത്. അതുവരെ എനിക്ക് പട്ടാളം എന്നുള്ളൊരു പാറ്റേൺ മാത്രമേ അറിയുള്ളൂ. വ്യത്യസ്ത സേനകൾ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഏട്ടൻ്റെ കൂട്ടുകാരും പറയും, പിന്നെ ഏട്ടന് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന്. ആ ഒരു ഇതാണ് പിന്നെ രാജ്യത്തെ മുഴുവൻ സൈനികർക്കായിട്ട് എൻ്റെ പ്രാർത്ഥന മാറിയത്. ഏകദേശം എനിക്ക് 54 വയസ്സായി. ഒരു ദിവസം പോലും എൻ്റെ ഓർമ്മയിൽ ഒരു ദിവസം പോലും ഞാൻ രാജ്യത്തെ സൈനികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം ഉണ്ടായിട്ടില്ല. അതിനുശേഷം ഞാൻ ഉറങ്ങും. എൻ്റെ വീട്ടിലും ഞാൻ പറയും, എൻ്റെ മക്കളുടെ അടുത്ത് ഭാര്യയുടെ അടുത്തൊക്കെ പറയാറുണ്ട്. വളർന്നു വലുതായപ്പോൾ സൈനികർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹമായി അബ്ദുൽ സലാമിന്. കോവിഡ് കാലത്ത് സ്വന്തമായി ഒരു ഭക്ഷണശാല തുടങ്ങിയപ്പോൾ അതിലൊരു മുറി തന്നെ സൈനികർക്ക് വേണ്ടി ഒഴിച്ചിട്ടു. സൈനികരുടെ ചിത്രങ്ങളും വിവിധ സേനാ വിഭാഗങ്ങളുടെ യൂണിഫോമുകളും മുറിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വളർന്നു വന്നതോടുകൂടി എനിക്ക് ഞാൻ മാത്രം പോരാ, അതിനൊരു സമൂഹം വളർന്നു വരണമെന്ന് തോന്നി. അങ്ങനെയാണ് ഞങ്ങളൊരു കഫേ തുടങ്ങിയപ്പോൾ, കഫേ ഞാൻ മാത്രമല്ല, ഞാനും അനിയനും എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് ചാവക്കാടുള്ള റഫീഖ്, ഞങ്ങൾ 3 പേരാണ്. ഈ കഫേയിലൂടെ രാജ്യത്തിനൊരു സന്ദേശം കൊടുക്കുന്ന തോന്നി. രാജ്യത്തെ പട്ടാളക്കാരെ സ്നേഹിക്കുന്ന, അവരെ ബഹുമാനിക്കുന്ന ഒരു സമൂഹത്തെ വളർത്തണം എന്ന് തോന്നി. അങ്ങനെയാണ് ഈ കഫേയിൽ ഞങ്ങൾ രാജ്യത്തെ സൈനികർക്ക് വേണ്ടി പ്രത്യേക ഇരിപ്പിടം തയ്യാറാക്കി. അതുപോലെ തന്നെ രാജ്യത്തെ സൈനികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ലഘുലേഖകൾ വിതരണം ചെയ്തു തുടങ്ങി. 3 ഭാഷകളിൽ ലഘുലേഖ വിതരണം ചെയ്യുന്നുണ്ട്. അതുപോലെ ഞങ്ങൾ പുറത്തുതന്നെ പബ്ലിക്കിന് മൊത്തം കാണാവുന്ന രീതിയിൽ ഒരു രാജ്യത്തെ സൈനികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഉള്ളൊരു സോളിഡ് LED ലൈറ്റിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുന്ന ഞങ്ങൾ എല്ലാ ഫെസിലിറ്റീസും രാജ്യത്തെ സൈനികർക്ക് ഞങ്ങളുടെ ഷോപ്പിൻ്റെ വകയാക്കി മാറ്റി. 24 മണിക്കൂറും അവർക്ക് വരാം, എന്ത് ഭക്ഷണം വേണമെങ്കിലും കഴിക്കാം. അതിന് രാജ്യത്തിന് വേണ്ടി 1 മണിക്കൂർ സൈനിക സേവനം നടത്തിയ ആളാണെങ്കിലും ഞങ്ങളുടെ എല്ലാ ഫെസിലിറ്റീസും അവർക്ക് കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല, രാജ്യത്തിന് വേണ്ടി ഇനി നിലവിലെ സൈനികരെന്നല്ല, സൈനിക സേവനം നടത്തിയ ആളുകളാണെങ്കിലും, അതായത് സൈനിക സേവനം അവസാനിപ്പിച്ച് വന്ന ആളുകളാണെങ്കിലും രാജ്യത്തെ സൈനികരുടെ എല്ലാ ആനുകൂല്യങ്ങളും ഞങ്ങൾ വലിയൊരു സ്ഥാപനമൊന്നുമല്ലല്ലോ, ചെറിയൊരു സ്ഥാപനമല്ലേ. അപ്പോൾ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ അത്രേ പറയാൻ പറ്റുള്ളൂ. നമ്മുടെ അടുത്ത് എന്താണോ ഉള്ളത് ഞങ്ങളത് പരമാവധി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജ്യത്തെ സൈനികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം ഇന്ത്യ രാജ്യത്ത് വളർന്നു വരണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഭക്ഷണശാലയ്ക്ക് മുന്നിൽ സ്ഥാപിച്ച LED ബോർഡിൽ സൈനിക സ്നേഹത്തിന്റെ സന്ദേശം കാത്തുവച്ചിട്ടുണ്ട് അബ്ദുൽ സലാം. ഭക്ഷണശേഷം മടങ്ങുന്നവരുടെ കയ്യിൽ ആ സന്ദേശമടങ്ങിയ ഒരു കുറിപ്പും കൈമാറും. 5 വർഷമായി സൈനികരെ ഇങ്ങനെ സ്നേഹത്താൽ ചേർത്ത് നിർത്തുകയാണ് അബ്ദുൽ സലാം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.